ദിവസം പേരാമ്പ്ര ഗവൺമെന്റ് CKG കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്ന തരത്തിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറിയത്. ചെയർമാൻ സീറ്റിൽ വിജയിച്ചതിനെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ട് പേരാമ്പ്ര നഗരത്തിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചിരുന്നു. ഹർത്താലിന് ശേഷം UDF നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടയിലാണ് ഈ സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷത്തിലാണ് ഷാഫി പറമ്പിൽ MPക്ക് പരിക്ക് പറ്റിയത്. മൂക്കിന് പരിക്കേറ്റ ഷാഫി പറമ്പിൽ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ സംസ്ഥാനമൊട്ടാകെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോഴും പലയിടത്തും ആ പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആണ്. വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. പലയിടത്തും ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ ഏറെ സമയത്തിന് ശേഷമാണ് പിന്തിരിഞ്ഞത്. തലസ്ഥാനത്ത് ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങി. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി. പിന്നാലെ ലാത്തിച്ചാർജ്. കൊല്ലത്തും രാത്രി ഏറെ വൈകി പ്രവർത്തകർ പ്രകടനം ഉപരോധങ്ങളും എല്ലാം നടത്തി. ചവറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനും റോഡും ഉപരോധിച്ചു. കരുനാഗപ്പള്ളിയിലാകട്ടെ ഹൈവേ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുക വരെയുണ്ടായി. ആലപ്പുഴയിൽ രാത്രി 10ഓളം പ്രവർത്തകർ പ്രതിഷേധവുമായി ദേശീയപാതയിലേക്ക് എത്തി. കളർകോട് ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞത് വാക്കേറ്റത്തിനിടയാക്കി. ആലപ്പുഴ ഹൈവേ പാലത്തിലൂടെ ഉണ്ടായ ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. സമരം 1 മണിക്കൂറോളം നീണ്ടു. പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. എറണാകുളത്ത് കളമശ്ശേരി HMT ജംഗ്ഷനിലും ആലുവയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. എറണാകുളം നഗരത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെരുമ്പാവൂരിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധിച്ചു. തൊടുപുഴയിലും പ്രതിഷേധവുമായി പ്രവർത്തകർ തെരുവിലിറങ്ങി. തൃശൂരിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പാലക്കാട് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നത്. വയനാട്ടിലെ മാനന്തവാടിയിലാകട്ടെ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഇങ്ങനെ ഷാഫി പറമ്പിൽ MPയെ ആക്രമിച്ചതിൽ സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. എന്നാൽ ഇത്രയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്ത പോലീസ് ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. കൂടാതെ ഇടത് സൈബർ ഇടങ്ങളാകട്ടെ ഷാഫി പറമ്പിലിന്റെ ഷോ ആണെന്ന തരത്തിൽ പ്രചരണങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഷാഫി പറമ്പിലിന് അടികൊള്ളുന്ന വീഡിയോ പുറത്തു വരുന്നത്. അതോടെ ഇടത് സൈബർ ഇടങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ MPയെ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും പ്രതികരിക്കാതിരിക്കുകയും വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങളോട് ജനങ്ങൾക്ക് എന്ത് വിശ്വാസ്യത തോന്നാനാണ്? ആക്രമണത്തെ അപലപിക്കുന്നതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അക്രമത്തിന്റെ പാതയിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഏതു തരത്തിൽ പ്രതികരിക്കുമെന്നുകൂടി ഈ തിരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും. ആര് തന്നെ ആയിരുന്നാലും ഏത് പാർട്ടിയിലുള്ള ആളായാലും ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് പക വീട്ടാൻ ശ്രമിച്ചാൽ അത് സർക്കാരിനും ഇടതുപക്ഷത്തിനും ഒട്ടും ഗുണം ചെയ്യില്ല.